ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ ആണ് അല്ലെ. അപ്പൊ PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനു മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പൊ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും ഉണ്ടാവും. മാക്സിമം നമുക്ക് എന്താണ് എക്സ്പ്ലനേഷൻ കുറച്ചിട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഓക്കെ, എന്നാലും എക്സ്പ്ലെയിൻ ചെയ്ത് പോവേണ്ടത് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോവും. അല്ലാത്തത് നോർമൽ ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞിട്ട് പോവും. അപ്പൊ എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണുക, നിങ്ങളും മാർക്ക് ചെയ്യുക. എന്നിട്ട് അവസാനം എത്ര മാർക്കാണ് കിട്ടിയത് എന്ന് എന്ത് ചെയ്യുക, ഇതിന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മറക്കണ്ട, എന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, പിന്നെ ആൻസർ വായിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണ് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് മാർക്ക് ചെയ്ത് പോവാ. അപ്പൊ തന്നെ ആൻസറും പറയാം. ആൻസർ ശരിയാണെങ്കിൽ ടിക്ക് ഇടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഫൈനൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപാട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റീസെന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നതാണ്? അപ്പൊ പ്രകാശ സംശ്ലേഷണം, നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകം അല്ലെ. അപ്പൊ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത് എന്താണ്? ഓക്സിജൻ. ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം ചോദിക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, വാതകം എന്തിന്റെ വിഘടന ഫലമായാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഡൈ ഓക്സൈഡ്. അപ്പൊ ഇതാണ് 4 ഓപ്ഷൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചാൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി സൾഫർ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി മഗ്നീഷ്യം ഡൈ ഓക്സൈഡ്. അപ്പൊ എല്ലാവരും ഒപ്പം തന്നെ ആൻസർ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്താണ് ഓക്സിജൻ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ ജലം വിഘടിക്കുന്നതിന്റെ ഫലമായിട്ട്. അപ്പൊ എല്ലാവരും ജലമാണ് ഓപ്ഷനെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ജലം വിഘടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഓക്സിജൻ ഉണ്ടാവുന്നത്. ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? H2O ആണ് അല്ലെ. ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും. ഇത് വിഘടിക്കുന്നതിലൂടെയാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാവുന്നു? ഇവിടെ വേറൊന്ന്, ഇത് രണ്ടും നമുക്ക് കൺഫ്യൂഷൻ തോന്നേണ്ട കാര്യമില്ല. കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് നമുക്ക് സൾഫർ ഡൈ ഓക്സൈഡിന്റെ ആവശ്യമില്ല. മഗ്നീഷ്യം ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന 2 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇത് രണ്ടും നമുക്ക് ആദ്യം തന്നെ വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്താം. വേറെ സംശയം തോന്നുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡും എന്ത് ചെയ്യുന്നുണ്ട്, CO2 ആണ് അല്ലെ, എടുക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതിലും ഓക്സിജൻ ഉണ്ട്. വേണമെങ്കിൽ എന്താണ്, അത് വിഘടിച്ച് ഓക്സിജൻ പുറത്ത് വന്നുകൂടെ എന്നൊരു സംശയം നമുക്ക് തോന്നാം. പക്ഷെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? അവിടുത്തെ ജലം വിഘടിച്ചിട്ടാണ് അവിടെ ഓക്സിജൻ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ജലം എന്നാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ജലം വിഘടിക്കുന്നത് കൊണ്ടാണ് അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏത് വാതകമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏതാണ്? അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓക്സിജൻ അല്ല കാർബൺ ഡൈ ഓക്സൈഡ് കണ്ട കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ രാത്രികാലങ്ങളിൽ നമ്മളെ പോലെ തന്നെയാണ് ആരും ശ്വസിക്കുന്നത്, സസ്യങ്ങളും ശ്വസിക്കുന്നത്. അപ്പൊ രാത്രികാലങ്ങളിൽ എന്താണ്, അവര് ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. നമ്മൾ ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത്, അവരും ഓക്സിജൻ തന്നെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആവശ്യം സസ്യങ്ങൾക്കുള്ളത്.
ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ ഒരു മാർക്ക് ഇടുക, അല്ല തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണ് നൽകുന്നത്? അപ്പൊ ഭൂമിയിലെ ഓക്സിജൻ ആമസോൺ മഴക്കാടുകൾ നൽകുന്നുണ്ട്, ഭൂമിയിലേക്ക് ഓക്സിജൻ നൽകുന്നുണ്ട്. അത് എത്ര ശതമാനമാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 52%. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഭൂമിയുടെ ശ്വാസകോശം. അപ്പൊ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ്? ആമസോൺ മഴക്കാടുകളാണ്. എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 20%, ഓപ്ഷൻ ഡി 52%. അപ്പൊ ഒന്ന് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഞാൻ ആൻസർ പറയാം. അപ്പൊ ആൻസർ പറയാൻ പോവാണ്. 20% ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, 20% ആമസോൺ മഴക്കാടുകൾ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ എത്ര ശതമാനം നൽകുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 20%. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. 20% എഴുതിയവര് ടിക്ക് കൊടുക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക? തെറ്റ് ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു, നമുക്ക് രോഗങ്ങൾ എന്നുള്ള ഭാഗമുണ്ട് അല്ലെ, അപ്പൊ വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ റിക്കറ്റ്സിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ എ റിക്കറ്റ്സിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ബാക്ടീരിയ അല്ലെ വൈറസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഏതിലാണ് പെടുന്നത് സ്പോട്ടഡ് ഫീവർ? അപ്പൊ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ ആൻസർ പറയാൻ പോവാണ്. റിക്കറ്റ്സിയ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. അറിയാത്തവർ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമാവുന്നത് ആരാണ്? റിക്കറ്റ്സിയ ആണ്. ഓക്കെ, റിക്കറ്റ്സിയ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗാണുവാണ് അതിന് കാരണം. ഫംഗസോ വൈറസോ പ്രോട്ടോസോവയോ അല്ല, റിക്കറ്റ്സിയ ആണ് ഏതിന് കാരണം? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണം. ഓക്കെ, അപ്പൊ റിക്കറ്റ്സിയ, ഈ പേരും ഈ ഫീവറിന്റെ പേരും പഠിക്കാം, റിക്കറ്റ്സിയ ആണ് കാരണം എന്നും പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ വൃക്കകൾ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി കരൾ. അപ്പൊ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ, വിസർജന വസ്തുവാണ് അല്ലെ യൂറിയ, വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വൃക്കകൾ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ആമാശയം, ഓപ്ഷൻ ഡി കരൾ. ഏതാണ് എന്നൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? കരളാണ് കേട്ടോ അവിടെ ശരിയായ ആൻസർ. മിക്കവാറും പേര് ഇപ്പൊ ഏതിൽ കുത്തിയിട്ടുണ്ടാവും? വൃക്കകൾ. കാരണം വൃക്കകളാണല്ലോ അല്ലേ എന്താണ് യൂറിന്റെ ഒക്കെ. അപ്പൊ യൂറിയ എന്ന് പറയുമ്പോൾ നമ്മൾ മിക്കവാറും ഒരു 80% ആൾക്കാരെങ്കിലും ഇവിടെ കുത്തിയ ആൻസർ വൃക്കകളായിരിക്കും. പക്ഷെ അല്ല, കരളാണ് കേട്ടോ. അപ്പൊ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? കരളാണ് ഇവിടെ ശരിയായ ആൻസർ. വൃക്കകൾ ഉള്ളപ്പോ വൃക്കകളിലേക്കാണ് സ്വാഭാവികമായിട്ടും എന്ത് പോവുക? നമ്മുടെ നമുക്ക് ആദ്യം ഓപ്ഷൻ എയിൽ തന്നെ വൃക്കകളും കിടക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്? അവരുടെ ഒരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ശരിക്കുള്ള ആൻസർ ഏതാണ്? കരളാണ്, വൃക്കകളല്ല. ഓക്കെ, യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അവയവത്തിൽ വെച്ചാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഏത് അവയവമാണ്? കരളില് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ എവിടെ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്നു? കരളില് വെച്ചിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ അതിലെ വൃക്കകൾ നമ്മളെ ട്രാപ്പിലാക്കാനുള്ള വഴിയാണ്. അപ്പൊ ഓപ്ഷൻ എ വൃക്കകൾ തന്നെ കൊടുത്തപ്പോ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം.
വേറെ ഏതെങ്കിലും ആൻസർ വരുമോ എന്ന്. അപ്പൊ കരളാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ശരിയായവര് 1 മാർക്ക് കൊടുക്കുക, തെറ്റായവര് തെറ്റിട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാവുമ്പോഴാണ്? അഭാവം, ഏതോ ഒരു മൂലകത്തിന്റെ കുറവ്, ഏതോ ഒരു മൂലകത്തിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോഴാണ് ഇരപിടിയൻ സസ്യങ്ങൾ, ഇരപിടിക്കുന്ന സസ്യങ്ങളെ അറിയാലോ, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? അപ്പൊ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മള് അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാത്ത ഒരു ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് ഇനി വരാനുള്ള സാധ്യതയും കണക്കിലെടുത്തിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാവുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. അപ്പൊ ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. അപ്പൊ ഏതാണ് എന്നൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. മിക്കവാറും ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്, നൈട്രജൻ ആണ്. എന്താണ് ആൻസർ? നൈട്രജൻ. നൈട്രജന്റെ അഭാവം ഉണ്ടാവുകയാണ്. കാരണം അതിന് മണ്ണിൽ നിന്ന് നൈട്രജൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഇരപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈട്രജന്റെ അളവ് എപ്പോ കുറയുന്നോ അപ്പോഴാണ് അതിനെന്ത് ചെയ്യും, അതിന് വേണ്ട സാധനങ്ങൾ കിട്ടാതാവും അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യും, ഇരപിടിക്കാനുള്ള കഴിവ് അതിന് ഉണ്ടാവും. അപ്പൊ എന്തിന്റെ അഭാവം മൂലമാണ് ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാവുമ്പോഴാണ് ഇരപിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ നൈട്രജന്റെ കുറവ് ഉണ്ടാവുമ്പോഴാണ്. ഓക്കെ, അപ്പൊ അത് ആലോചിച്ച് വെക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ താമസിച്ചിട്ട് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. ഓപ്ഷൻ എ റൈസോബിയം, ഓപ്ഷൻ ബി അസറ്റോബാക്ടർ, ഓപ്ഷൻ സി ലാക്ടോബാസിലസ്, ഓപ്ഷൻ ഡി പൊട്ടാസ്യം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി എന്തോ ഒന്ന് മിസ്റ്റേക്ക് ആയിട്ട് കയറി വന്നതാണ്. ഈ 3 ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് പറയാ പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വെച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ ഈ പറയുന്നവയിൽ ഏതാണ്? റൈസോബിയം ആണോ, അസറ്റോബാക്ടർ ആണോ, ലാക്ടോബാസിലസ് ആണോ എന്ന് പറയാം. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റിയപ്പോ ആ പൊട്ടാസ്യം കയറിയതാണ്. അപ്പൊ ഈ 3 ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഏതാണ് ആൻസർ ഒന്ന് എഴുതാൻ നോക്കാം. പ്രത്യേകിച്ച് പറയുന്നുണ്ട് പയറ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ. നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ അല്ലെ, നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നത് ഏതാണ്? അസറ്റോബാക്ടർ ആണെങ്കിലും ഇവിടെ പയറ് വർഗം എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കാരണം ഓപ്ഷൻ എന്താണ്? റൈസോബിയം ആണ്. പീ പ്ലാന്റിന്റെയൊക്കെ അഗ്രഭാഗത്തായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു മുഴ പോലെ ഒരു പീ പ്ലാന്റ് നമ്മൾ പുഴക്കി നോക്കിയാൽ അറിയാം, അതിന്റെ അഗ്രഭാഗത്ത് എന്ത് ചെയ്യും? ഒരു വെള്ള കളറിൽ ഒരു മുഴ പോലെ ഒരു ഭാഗം കാണും. ആ ഭാഗത്തിൽ വസിക്കുന്ന ബാക്ടീരിയ ആണ് റൈസോബിയം. അതാണ് ഈ പീ പ്ലാന്റിന് എന്താണ് നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട്, മണ്ണില് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ. ഓക്കെ, പീ പ്ലാന്റിന് മാത്രമാണ് കാര്യം പറയുന്നത്. ഓക്കെ, പീ പ്ലാന്റിൽ എന്താണ് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? റൈസോബിയം ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇടവിളകളായിട്ട് പയർ കൃഷി ചെയ്യുന്നത് മണ്ണിന് നല്ലതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇടവിളകളായിട്ട്, അതായത് നമ്മുടെ വയലിന്റെ ഒക്കെ മുകളിൽ നമുക്കറിയാം പയറ് അതുപോലുള്ള കൃഷികൾ, പീ പ്ലാന്റിന്റെ കൃഷികൾ ചെയ്ത് കണ്ടുവരാറുണ്ട്. നമ്മൾ വയലുകളിലൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ അറിയാം, അവിടെയൊക്കെ എന്താണ് ഈ പീ പ്ലാന്റ്സ് ധാരാളം ഉള്ളതായിട്ട് നമ്മൾ കാണാം അല്ലേ. കാരണം നമ്മൾ ചെയ്യുന്ന ആ പാടത്തിന് തൊട്ട് മുകളിലായിട്ടായിരിക്കും. എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ അവിടെ നൈട്രജൻ ഫിക്സേഷൻ എന്നുള്ള, അതായത് നമ്മൾ കുറെ കാലം ഒരേ മണ്ണിൽ തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ എല്ലാ ഫലപുഷ്ടിയും, ആ മണ്ണിന്റെ എല്ലാ ഫലപുഷ്ടിയും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും അല്ലെ. ആ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിന്റെ ആ നൈട്രജന്റെ അളവ് കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇടവിളകളായിട്ട് മാറ്റി മാറ്റി കൃഷി ചെയ്യണം അല്ലെ. അപ്പൊ ഇടവിളകളായിട്ട് പയറ് കൃഷി ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ആ മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ട ആ നൈട്രജന്റെ അംശം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് ആർക്ക് കഴിവുണ്ട്? നമ്മുടെ റൈസോബിയം
പോലുള്ള ബാക്ടീരിയക്ക് കഴിവുണ്ട്. അതാണ് ഈ പീ പ്ലാന്റിൽ ഉള്ളത്, പയർവർഗ്ഗ ചെടികളിലുള്ളത്. അപ്പൊ അത് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണില് നൈട്രജൻ ഫിക്സേഷൻ ആര് നടത്തും? ഈ റൈസോബിയം ബാക്ടീരിയ നടത്തും. അതുകൊണ്ടാണ് ഇടവിളകളായിട്ട് പയർ കൃഷി ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു വെച്ചാൽ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വെച്ചാൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? റൈസോബിയം ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ശരിയാണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക. ചിലവര് അസറ്റോ ബാക്ടീരിയയിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ? അസറ്റോ ബാക്ടീരിയയിലേക്ക് പോയവര് അവിടെ തെറ്റ് ഇടുക. ഓക്കെ, എത്ര മാർക്ക് കിട്ടിയെന്ന് പറയണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? കുറച്ച് 4 രോഗങ്ങൾ തന്നിട്ട് ഇതിൽ കുടിവെള്ളത്തിൽ കൂടെ പകരുന്ന രോഗം ടൈഫോയിഡ് ആണോ, മൈക്കോപ്ലാസ്മ ആണോ, എയ്ഡ്സ് ആണോ, 5ാം പനിയാണോ? അപ്പൊ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ്, മൈക്കോപ്ലാസ്മ, എയ്ഡ്സ്, 5ാം പനി. കുടിവെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ കോളറ, ടൈഫോയിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഉറപ്പായിട്ടും ഏതാണ്? ടൈഫോയിഡ് ആണ് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാണ്? ടൈഫോയിഡ് ആണ്. ഓക്കെ, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ടൈഫോയിഡ് ആണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇതിൽ സംശയമൊന്നും വരാനില്ല. ടൈഫോയിഡ് നമ്മൾ കേട്ടിട്ടുണ്ട്. കോളറയും ടൈഫോയിഡും ഒക്കെ നമുക്ക് എന്താണ്? ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ പകരുന്ന രോഗമാണ്, മലിനമായ ജലത്തിൽ കൂടെ പകരുന്ന രോഗമാണ്. കുടലിനെയാണ് ടൈഫോയിഡ് ബാധിക്കുന്നത്. ഓക്കെ, ടൈഫോയിഡ് വന്നാൽ ബാധിക്കുന്ന ഏത് അവയവത്തെയാണെന്ന് ചോദിച്ചാൽ കുടലിനെയാണ് ബാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം പെരിയാറാണോ, ഇരവികുളമാണോ, തട്ടേക്കാടാണോ, പേപ്പാറയാണോ? കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. അപ്പൊ നമ്മുടെ EVS ഭാഗത്തേക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം എവിടെ ചോദിച്ചു വെച്ചാൽ എവിടെയാണ്? തട്ടേക്കാടാണ് കേട്ടോ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് എന്ത് വരുന്നത്? കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ശരിയാണെങ്കിൽ ഒരു മാർക്ക് ശരി കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. അപ്പൊ കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം ഏതാണ്? തട്ടേക്കാടാണ്. ഓക്കെ, ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണോ, തൃശ്ശൂരാണോ, കോട്ടയമാണോ, തിരുവനന്തപുരമാണോ എന്ന് ചോദിച്ചു വെച്ചാൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. അപ്പൊ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ശ്രീകാര്യം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തെ, അതായത് ശ്രീകാര്യമാണ് സ്ഥലം, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ചോദിക്കുമല്ലേ തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ എവിടെയാണ്? കാസർഗോഡ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഇനി റബ്ബറോ, റബ്ബറിന്റെ റിസർച്ച് ഒക്കെയോ? അത് കോട്ടയത്താണ്. റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട് വന്നു വെച്ചാൽ എവിടെയാണ്? കോട്ടയമാണ്. ഇനി തൃശ്ശൂരാണെങ്കിൽ മണ്ണൂത്തി പറയാം. അതുപോലെ തന്നെ കണ്ണാറ, ഏത്ത വാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തൃശ്ശൂരിലെ കണ്ണാറയിലാണ്. ഓക്കെ, അപ്പൊ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. ശരിയാണെങ്കിൽ ഒരു മാർക്ക് കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഓക്കെ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ്. അതുപോലെ തോട്ടവിളയും മറക്കരുത്, കാസർഗോഡാണ്. ഓക്കെ, അടുത്താണ് സങ്കരയിനം നെല്ലിന് ഉദാഹരണം.
അപ്പൊ സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെല്ലാണ് കേട്ടോ അവിടെ എഴുതേണ്ടത്. അനുഗ്രഹയാണോ, അന്നപൂർണയാണോ, ലോലയാണോ, അനാമികയാണോ? അപ്പൊ സങ്കര ഇനം നെല്ലിന് ഉദാഹരണം, സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ. കാരണം നമ്മൾ അന്നപൂർണ ഹോട്ടലുകൾ എന്താണ് ഒരുപാട് കണ്ടിട്ടുണ്ട്, അന്നപൂർണ. അപ്പൊ അന്നപൂർണയാണ് നെല്ലിന് ഉദാഹരണം. ഓക്കെ, അപ്പൊ നെല്ല് ഈ താഴെ പറയുന്നവരിൽ സങ്കര ഇനം നെല്ല് ഏതാണ്? അന്നപൂർണയാണ്. ശരിയായവർ ഒരു മാർക്ക് കൊടുക്കുക, തെറ്റായവർ തെറ്റിയിടുക. ഇനി അനുഗ്രഹ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ ഗ്രീൻ ചില്ലിയാണ്, അതായത് പച്ചമുളകാണ് എന്ത്? അനുഗ്രഹ. ലോലയാണെങ്കിലോ പയറ്, ഇങ്ങനെ വള്ളിയായിട്ട് തൂങ്ങിക്കിടക്കുന്ന പയറ് വർഗമാണ് ഏത്? ലോല. ഇനി അനാമിക ആർക്കയൊക്കെ എന്താണ്? വെണ്ടയുടെ സങ്കരയിനമാണ് വെണ്ട. ഇനി മുക്തി ആണെങ്കിലോ, മുക്തി ആണെങ്കിൽ തക്കാളിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സങ്കര ഇനങ്ങൾ എന്ത് ചെയ്യണം? കുറെ എണ്ണം നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചോദിക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു സങ്കര ഇനം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, സങ്കര ഇനം നെല്ലിന് ഉദാഹരണം. നെല്ലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ്? അന്നപൂർണയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ അന്നപൂർണയാണ്. അനുഗ്രഹ പച്ചമുളകാണ്. ലോല പയറാണ്. അനാമിക ആർക്കയൊക്കെ എന്താണ്? വെണ്ടയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ എത്ര മാർക്ക് ഉണ്ടെന്ന് എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇനിയും എന്ത് ചെയ്യും? നമ്മൾ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ മോഡലില് കുറച്ച് സങ്കര ഇനങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സങ്കര ഇനങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ.